പൊതുവെ മനുഷ്യർ അവർക്കില്ലാത്ത കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അതുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ തൃപ്തിപ്പെടുവാനോ നന്ദിയുള്ളവരായിരിക്കുവാനോ സന്തോഷിക്കുവാനോ കഴിയാതിരിക്കുന്നു. ദൈവം ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ പാർപ്പിക്കുന്നതിന് മുന്നമേ അവർക്കാവശ്യമായതെല്ലാം സൃഷ്ടിച്ച് നൽകുകയുണ്ടായി. അവിടെ അവർക്ക് സന്തോഷിക്കുവാൻ ആവശ്യമായതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവരുടെ ശ്രദ്ധ വിലക്കപ്പെട്ട കനിയിലേക്കാണ് തിരിഞ്ഞത്. അതവരെ കൊണ്ടെത്തിച്ചത് വീഴ്ചയിലേക്കായിരുന്നു. ദൈവം അത്ഭുതകരമായി ചെങ്കടലിനെ വിഭാഗിക്കുകയും ഇസ്രായേലിയരെ മരുഭൂമിയിലൂടെ നയിക്കുകയും അവർ ഒരിക്കലും പട്ടിണി കിടക്കാതെ വണ്ണം സ്വർഗത്തിൽ നിന്നും എല്ലാ ദിവസവും മന്ന വർഷിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ അവരുടെ ശ്രദ്ധ മിസ്രൈമിൽ വെച്ച് തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചുറ്റുള്ളി എന്നിവയിലേക്ക് തിരിഞ്ഞു. അതവരെ കൊണ്ടെത്തിച്ചതാകട്ടെ പിറുപിറുപ്പിലേക്കാണ്. നമുക്കൊന്നിനും ഗുണം ചെയ്യാത്ത ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്നും മാറി ദൈവം നമുക്ക് കനിഞ്ഞനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ഉള്ള കാര്യങ്ങളിൽ ശ്രദ്ധ തിരിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് പ്രബോധിപ്പിക്കുന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം, തിങ്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ എക്സലൻറ്റ് ആൻഡ് വർത്തി ഓഫ് പ്രൈസ്. സൽഗുണമായതും പുകഴ്ച അർഹിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നമ്മെ കാത്തിരിക്കുന്നത് ആത്മീയ വീഴ്ചയും പെറുപിറുപ്പും വൈരാഗ്യവും അസൂയയും അസമാധാനവുമാണെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ സന്തോഷവും സംതൃപ്തിയും നന്ദിയുള്ള ഹൃദയവും സർവോപരി സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനവുമായിരിക്കും ലഭിക്കുക. എബ്രായ ലേഖനകർത്താവ് ഇങ്ങനെ പറയുന്നു, 13-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ. ആൻഡ് ബി കണ്ടന്റ് വിത്ത് സച്ച് തിങ്സ് ആസ് യു ഹാവ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ. ഇല്ലാത്തതിനെക്കുറിച്ചുള്ള അമിതമായ ആഗ്രഹം നാം മാറ്റി ഉള്ളതിൽ നാം തൃപ്തിപ്പെടുമ്പോൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദത്തം അത്രേ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കണ്ടൻമെൻറ്റ് എന്ന വാക്കിനർത്ഥം ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മെൻ്റലി ഓർ ഇമോഷണലി സാറ്റിസ്ഫൈഡ് വിത്ത് തിങ്സ് ആസ് ദേ ആർ. ഉള്ള കാര്യങ്ങളിൽ മാനസികമായോ വൈകാരികമായോ സംതൃപ്തിയുള്ള അവസ്ഥ എന്നാണ്. സംതൃപ്തി നന്ദിയെയും സന്തോഷത്തെയും ക്ഷണിച്ചു വരുത്തുന്നു. ദൈവം നമുക്ക് ജീവിക്കുവാൻ ആവശ്യമായതെല്ലാം തന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഉള്ളതിൽ സംതൃപ്തിയോടിരിക്കുക എന്നതത്രേ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.